വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom ഫസ്റ്റ് സെമസ്റ്ററിലെ ക്ലാസ്സസ് നമ്മൾ ആരംഭിക്കാൻ പോവാണ്. ദെൻ നമ്മുടെ ചാനലിലൂടെ ഓരോ സബ്ജക്ട്സിന്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, എക്സാം റിലേറ്റഡ് ലൈവ്, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിന്റെ ഭാഗമായി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫസ്റ്റ് സെമസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഈ ഒരു സബ്ജക്റ്റിന്റെ സ്റ്റഡി മെറ്റീരിയൽ അനാലിസിസ് ആണ്. എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. പല കുട്ടികൾക്കും സ്റ്റഡി മെറ്റീരിയൽ ലഭിച്ചിട്ടില്ല. ബട്ട് നമ്മുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയലിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. നമ്മൾ ഈ വീക്ക് തന്നെ ഓൺലൈൻ ആയിട്ട് കോച്ചിങ് ആരംഭിക്കുകയാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമുക്കറിയാം അഡ്മിഷന്റെ ഡേറ്റ് നെക്സ്റ്റ് മന്ത് 25th വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് എക്സാം ഒക്കെ പ്രോപ്പറായിട്ട് അവരുടെ ടൈമിൽ തന്നെ അവർ നടത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA MCom ഈ 3 കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ വരുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വന്നിട്ടുള്ള പുതിയത്, എൻ്റെ ഫ്രണ്ട് പേജ് ആണിത്. സോ ഇനി നമുക്ക് മറ്റ് ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് 4 year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഓണേഴ്സ് മേജർ കോഴ്സാണ്. സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ളതാണിത്. ഇനി നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ കണ്ടൻസ് വരുന്നത്. കണ്ടൻസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ടോട്ടലായിട്ട് ഒരു 6 ചാപ്റ്ററുകൾ നമുക്ക് അവൈലബിൾ ആണ് പഠിക്കാൻ. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അതിൽ 3 യൂണിറ്റുകൾ കാണാൻ സാധിക്കും. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ് പ്രോസസ്സ്, ബേസിക്സ് ആണത്. ദെൻ ഡിപ്രീസിയേഷൻ ആണ് രണ്ടാമത് വരുന്നത്. ദെൻ അതിൽ 2 യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്സ്, മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. ഇതൊക്കെ നമ്മൾ +1 പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കുറച്ചും കൂടി ഡെപ്തിൽ പഠിക്കാനുണ്ട്. ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇത് നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാണ്. അത് 2 ചാപ്റ്ററുകളായിട്ട് കാണാം. യൂണിറ്റ് 1, യൂണിറ്റ് 2 ഇൻട്രൊഡക്ഷൻ, ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, ദെൻ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർ ആണ്. ഫൈനൽ അക്കൗണ്ട്സ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ദെൻ പിന്നെ വരുന്നത് പാർട്ണർഷിപ്പ് ആണ്. സോ പാർട്ണർഷിപ്പ് 2ആയിട്ട് നമുക്ക് കാണാം. പാർട്ണർഷിപ്പിൽ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ, ദെൻ ഫൈനൽ അക്കൗണ്ട്, റീകോൺസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ, റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത്. ഇങ്ങനെ ടോട്ടൽ 6 ചാപ്റ്ററുകൾ നമുക്ക് കാണാം. അതിൽ പല യൂണിറ്റുകളായിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പഠിക്കാനുള്ളതാണ് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നേരത്തെ പറഞ്ഞ പോലെ ബേസിക്സ് ആണ്. ഞാൻ ഇപ്പോൾ ഇതിൽ മൊത്തം 304 പേജ് ഉണ്ട് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മൊത്തം അനാലിസിസ് ഓരോ പേജ് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ഒരുപാട് പോകുന്നതാണ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ബേസിക്സ് ആണ് കാണാനുള്ള. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് കണ്ടോ, അതിൻ്റെ പ്രോസസ്സ് നമ്മൾ +1 പഠിച്ചിട്ടുള്ളത്. സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അഡ്വാൻറ്റേജസ്, ബേസിക്സ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാപ്പ്, കൺസെപ്റ്റുകൾ, ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ കാണാനുള്ള. ദെൻ അതിനുശേഷം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെപ്തിൽ പഠിക്കാനുണ്ട്, അതിൻ്റെ ലിമിറ്റേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ. ദെൻ ബേസിക്സ് ആണ് ആദ്യം. ദെൻ അക്കൗണ്ടിങ് പ്രോസസ് ആണ്. അതിൽ നമുക്കറിയാം ജേണല് കണ്ടോ, പല റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതിൻ്റെ ഡീറ്റെയിൽസ് പക്ക ബേസ് ജേണല്. അതിനുശേഷം ജേണലൈസിങ്, ദെൻ അതിനുശേഷം റൂൾസ് ഓഫ് ഡെബിറ്റ് ക്രെഡിറ്റ്, ദെൻ ജേണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ഓക്കെ, +1 നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യണം. ദെൻ ലെഡ്ജറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. ക്യാഷ് ബുക്ക്, പിന്നെ ട്രയൽ ബാലൻസിന്റെ പ്രിപ്പറേഷൻ,
ഡീറ്റെയിൽസ്, എറേഴ്സ് ഉണ്ട്, അങ്ങനെ അഡീഷണൽ പ്രോബ്ലംസ്. ഇതാണ് ആദ്യത്തെ ബ്ലോക്ക് നമ്പർ 1. ബ്ലോക്ക് നമ്പർ 2 ഡിപ്രീസിയേഷൻ അക്കൗണ്ട്സ് ആണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട്സിൽ അതും നമ്മൾ +1 പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഡിപ്രീസിയേഷൻ്റെ ബേസിക് കാര്യങ്ങൾ, അതിൻ്റെ ഫീച്ചേഴ്സ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിപ്രീസിയേഷൻ, ദെൻ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് മെയിനായിട്ട്, പിന്നെ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്. ഈ 2 മെത്തേഡ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. ഇതിനെ പറ്റിയുള്ള പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് നെക്സ്റ്റ് വരുന്നത്. എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ബില്ലിൻ്റെ അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അതാണ് ബ്ലോക്ക്. പിന്നെ വരുന്ന കാര്യങ്ങൾ ഡിസോണർ ഓഫ് ബില്ല്, ഇതൊക്കെ നിങ്ങൾ +1 പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ ഓക്കെ. ദെൻ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ, സോൾ ട്രേഡറുടെ ബാലൻസ് ഷീറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം പറയുന്നു. പിന്നെ നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ആണ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ്, വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും കവർ ചെയ്തിട്ടുള്ള ഫുൾ പ്രോബ്ലംസ് നമുക്ക് പഠിക്കാനുണ്ട്. SAക്ക് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന ചോദ്യം, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും SAക്ക് വരുന്നത് ഒരെണ്ണം ഫൈനൽ അക്കൗണ്ട് ആണ്. നിർബന്ധമായും ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോബ്ലംസ് നമുക്ക് പഠിക്കേണ്ടതാണ് കേട്ടോ. സോ ഇതാണ് മറ്റൊന്ന്. പിന്നെ അതിനുശേഷം നമുക്ക് പാർട്ണർഷിപ്പിൻ്റെ ഏരിയയിലോട്ട് നമുക്ക് പോകണം. അഡീഷണൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് നമുക്ക്. പിന്നെ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് വരുന്നു. പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് എന്താണ് നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളതാണ്. പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്, പാർട്ണർഷിപ്പ് ഡീഡ്, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, പ്രിപ്പറേഷൻ ഓഫ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്, അതിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇതൊക്കെ കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് കാണാനുള്ളത് അക്കൗണ്ട് പ്രിപ്പറേഷൻ, പ്രോബ്ലംസ് തന്നെ നമ്മൾ ഈ +2 പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, ഞാനത് സൂം ചെയ്ത് എടുത്ത് വെക്കണില്ല. സൂം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെയാവുകയാണ്. ഓക്കെ, അപ്പോൾ പാർട്ണർഷിപ്പ് ഫൈനൽ അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ, പാർട്ണർഷിപ്പ് ഫൈനൽ അക്കൗണ്ട്സിനെക്കാട്ടും കൂടുതൽ നമുക്ക് വരാറ് റീകോൺസ്റ്റിറ്റ്യൂഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ വരുന്നത്. അഡ്മിഷൻ, SAക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. അഡ്മിഷനെ പറ്റിയുള്ള കാര്യങ്ങൾ, സാക്രിഫൈസിങ് റേഷ്യോ, ന്യൂ റേഷ്യോ കാൽക്കുലേഷൻ, തന്നെ ഇതിൻ്റെ ഫുൾ പ്രോബ്ലം മിക്ക പേപ്പറിലും SAക്ക് വരുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെപ്തിൽ പഠിക്കാനുണ്ട്. ഗുഡ് വിൽ കാൽക്കുലേഷൻ ഷോർട്ട് മാർക്കിന് വരാറുള്ളതാണ്. അപ്പോൾ അഡ്മിഷൻ നമുക്കറിയാം വലിയൊരു ടോപ്പിക്കാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. അതിനുശേഷം റിട്ടയർമെൻറ്റ്, പിന്നെ റിട്ടയർമെൻറ്റും അഡ്മിഷൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ കുറച്ചും കൂടിയും കംഫർട്ടബിളായിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ദെൻ ഡെത്ത്, അപ്പോൾ ഇതൊക്കെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ടോട്ടൽ നമ്മുടെ സിലബസിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ +1ലും +2ലൊക്കെ പഠിച്ച കാര്യങ്ങൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പഠിക്കാനുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇതൊന്നും ലാസ്റ്റ് മൊമെൻറ്റിലേക്കൊന്നും പഠിക്കാൻ വേണ്ടിയിട്ട് വെക്കരുത്. ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ ഇതൊക്കെ കഴിയുള്ളൂ, മനസ്സിലാവുണ്ടോ? പിന്നെ പലപ്പോഴും അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് ഒക്കെ മറന്നു പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പറയാനുള്ളത്, നിങ്ങളത് അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. പ്രാക്ടീസ് ചെയ്യണം നല്ല രീതിയിൽ. ബേസ് പക്ക ചെയ്യാൻ മാത്രമേ കാര്യമുള്ളൂ. കാരണം വരും സെമസ്റ്ററുകളിൽ നമുക്കിനി അഡീഷണൽ അക്കൗണ്ടിങ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ബേസ് ഓക്കെ അല്ലെങ്കിൽ പിന്നെ ബാക്കി പഠിക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനുള്ളതാണ്. ബേസിക്സ്, അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ, സോൾ പ്രൊപ്രൈറ്റർ, പിന്നെ പാർട്ണർഷിപ്പിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇതാണ് പറയാനുള്ളത്. വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രസൻറ്റേഷൻ തന്നെയാണ് സ്റ്റഡി മെറ്റീരിയലിന് വന്നിട്ടുള്ളത്. ഇപ്പോൾ 4 ഇയർ 3 ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റഡി മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ കോച്ചിങ് ആരംഭിക്കുകയാണ്. ഈ വീക്ക് അഡ്മിഷൻ ഓപ്പൺ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് സമയം വേസ്റ്റ് ചെയ്യാണ്ട്. നമ്മുടെ പ്രത്യേകത ലൈവ് ഉണ്ടായിരിക്കും, അതിൻ്റെ റെക്കോർഡും അവൈലബിൾ ആണ്. റെക്കോർഡഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി ഇത് പഠിക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. നിങ്ങളിത് പറയാനുള്ളത്, ഇത് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം എന്താണ് ഈ സംഭവം എന്നുള്ളത് നല്ല രീതിയിൽ ആദ്യത്തെ ചാപ്റ്ററുകളിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഓർഡറിൽ തന്നെയാണ് നമുക്ക് പഠിക്കാൻ പോകേണ്ടതായിട്ട് വരാം. എസ്പെഷ്യലി ആദ്യത്തെ 2 മൊഡ്യൂൾ പഠിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ഏരിയയിലോട്ട് പോകാം. SA ഉള്ളതാണ്. അതിനുശേഷം ബില്ല് നോക്കി പിന്നെ പാർട്ണർഷിപ്പിലോട്ട് പോയാലും മതി. ആരും വറി ആവേണ്ട കാര്യമില്ല.
ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്ററിലെ ഓരോ പേപ്പേഴ്സും എങ്ങനെ പഠിക്കണം, ഇതിപ്പോൾ ജസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ വന്നത് കുട്ടികൾക്കൊന്ന് പ്രസൻറ്റ് ചെയ്യാനും സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി ഓരോ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിലുള്ള ഒരു അപ്രോച്ച് ഫോളോ ചെയ്യണം നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്, ഇതിനെ പറ്റിയിട്ടുള്ള ഓരോ സീരീസ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ അക്കൗണ്ടിങ് ആണ് കഴിഞ്ഞ് ഇതുപോലെ ബാലൻസ് പേപ്പേഴ്സിൻ്റെയും ഇതുപോലെയുള്ള വീഡിയോസ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.